റോഡിനെ കുറിച്ച് സ്ഥിരമായിട്ട് പത്രത്തിലൊക്കെ വായിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരു ഐഡിയ ഉണ്ട്. കാരണം പണ്ട് തൊട്ട് ഏകദേശം നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രാചീനമായിട്ടുള്ള ഒരു പാതയാണിത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉമ്മാന്റെ 6 തലമുറ മുമ്പുള്ള ആളുകളുടെ ചരിത്രം വരെ ഞങ്ങൾ തേടിപ്പോയ സമയത്ത് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു റോഡിനെയാണ്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റം തന്നെ ഏകദേശം 300-400 വർഷത്തിലേക്ക് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചരിത്ര ശേഷിപ്പുകൾ നമ്മുടെ വടക്കേ വയനാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ കോറം പള്ളിയാണെങ്കിലും ബാരാമ്പറ്റ പള്ളിയാണെങ്കിലും കല്യാണത്തും പള്ളിയാണെങ്കിലും ഈ രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ളതും വാണിജ്യപരമായിട്ടുള്ളതും മറ്റുള്ള എല്ലാ രീതിയിലുമുള്ള കണക്ഷൻ ഉണ്ടായിരുന്ന ഈ റോഡ് എങ്ങനെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് ഫോറസ്റ്റ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ശക്തിയായി വരുന്ന സമയത്ത് ഏതോ ഒരു ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധം ഇല്ലാതെ ആയതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റോഡ് അടഞ്ഞു പോയിട്ടുള്ളത്. 1972 86 വന്നിട്ടുള്ള വനം പരിസ്ഥിതി സംരക്ഷണ നിയമമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. ആദ്യം വേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പല രീതിയിൽ പല വഴിക്ക് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും മീഡിയയിൽ കൂടെ ആണെങ്കിലും പത്രത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റങ്ങളാണ് ആദ്യം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഭരണതലത്തിലും നമ്മൾ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു സപ്പോർട്ട് നേടുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ കടന്ന് ഇതൊരു ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പേപ്പർ DPR ആയിട്ടും മറ്റുള്ള പ്രാഥമിക പഠനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നുള്ള അതിന്റെ പരിവേഷ് പോർട്ടലാണ്. ആ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് അനുമതി നേടുക എന്നുള്ളതാണ് ഇതിന്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ വിലങ്ങാട് കുഞ്ഞം റോഡിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചുരമില്ലാ പാത ആയതുകൊണ്ട് തന്നെയാണ് ഈസി ആയിട്ട് ആൾക്കാരെ പണ്ട് തലച്ചുമടായിട്ട് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വരെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. 6.9 കിലോമീറ്ററാണ് ആകെയുള്ള റോഡ്. അതില് 5ഓളം കിലോമീറ്റർ ദൂരം പൊങ്കൽ കാടുകൾ നിറഞ്ഞ് ഇപ്പോഴും ഒന്ന് കത്തി വീശിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യത്തിലേക്ക് ഇന്നും അത് ചുരുങ്ങിയിട്ടില്ല. വലിയ മരങ്ങളുള്ളത് ആകെ മരങ്ങളുള്ളത് 2 കിലോമീറ്റർ, ഏകദേശം 1.9 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ അറിവ്. അത് തെറ്റാണത് തിരുത്തണം. അപ്പൊ ഇത്രയും ചുരുങ്ങിയ ദൂരത്തില് ഇത്രയും കുറഞ്ഞ ചെലവില് ചുരമില്ലാതെ കയറ്റിറക്കങ്ങളില്ലാതെ വയനാട് നിന്ന് കോഴിക്കോടിനെയും വടക്കൻ കേരളത്തിനെ മുഴുവനായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പാത നിലനിൽക്കെ അത് നേടിയെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറയ്ക്കും നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനിപ്പോ ഒരു സ്ഥിരമായിട്ട് ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞായറാഴ്ചയ്ക്ക് അന്നും തിരക്കായിരിക്കും. അപ്പോൾ എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും മറ്റുള്ള രൂപത്തിലാണെങ്കിലും ഒക്കെ അവരായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്നൊരു രീതിയിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.